കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDF-ലെ ഷാനവാസ് പാദൂരിനെ തിരഞ്ഞെടുത്തു. 7-നെതിരെ 8 വോട്ടുകൾക്കാണ് ഷാനവാസ് പാദൂർ വിജയിച്ചത്. This news brought to you by ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാസർഗോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ താരമായത് ഉദുമ ഡിവിഷനിൽ നിന്നും വിജയിച്ച CPM സ്വതന്ത്രൻ ഷാനവാസ് പാദൂരാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർട്ടി വിട്ട ഷാനവാസ് കോൺഗ്രസ് നേതൃത്വത്തിനും കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കഴിഞ്ഞ തവണ ഉദുമ ഡിവിഷനിൽ അംഗമായിരുന്ന പിതാവ് പാദൂർ കുഞ്ഞാമുവിന്റെ മരണത്തെ തുടർന്നാണ് ഷാനവാസ് പാദൂർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. ഉപതെരഞ്ഞെടുപ്പിൽ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷാനവാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായി. ഉദുമ സ്ത്രീ സംവരണമായതോടെ ഇത്തവണ ചെമ്മനാട് പഞ്ചായത്തിൽ മത്സരിക്കണമെന്ന് ഷാനവാസിനോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പക്ഷേ പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് പാർട്ടി വിടാൻ ഷാനവാസ് നിർബന്ധിതനായി. തുടർന്നാണ് മുസ്ലിം ലീഗിന്റെ കുത്തകയായ ചെങ്കള ഡിവിഷനിലേക്ക് CPM ഷാനവാസിനെ പരിഗണിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സ്വപ്നതുല്യമായ വിജയം നേടിയതോടെ താരമായി മാറി ഷാനവാസ്. ജില്ലാ പഞ്ചായത്തിലെ നിർണായകമായ ഡിവിഷനിൽ നേടിയ വിജയത്തിലൂടെ തന്നെ അവഗണിച്ച കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ചുട്ട മറുപടി കൂടിയാണ് ഷാനവാസ് നൽകിയത്. സിറ്റിംഗ് ഡിവിഷനിൽ നേരിടേണ്ടി വന്ന തോൽവി UDF-ന് ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. രണ്ടാം പോരാട്ടത്തിൽ ഹീറോയായി മാറിയ ഷാനവാസിന് ഇടതുമുന്നണി പ്രവർത്തകർ ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം LDF-ലെ മുഴുവൻ അംഗങ്ങളും BC റോഡിൽ പ്രകടനമായി എത്തി പൊതുയോഗം സംഘടിപ്പിച്ചു. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം എന്തിനാണ് UDF നിലകൊള്ളുന്നത്, കോൺഗ്രസ് നിലകൊള്ളുന്നത്, ലീഗ് നിലകൊള്ളുന്നത്? അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുഴക്കിയത്: വികസനം. ആ വികസനത്തിന്റെ മുദ്രാവാക്യത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. മറ്റെല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വികസനം വേണം. അതിന് മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ, ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ. അത് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCN.